ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിനെ നിർണായകമായി ബാധിക്കുന്ന ബി.ജെ.പി. ക്യാമ്പിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്ത ദേശീയ തലത്തിൽ പുറത്തു വന്നിരിക്കുകയാണ്. എൻ.ഡി.എ മന്ത്രിസഭയിലെ ഒരു മന്ത്രി രാജിസന്നദ്ധത പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ അവാം മോർച്ച നേതാവും ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ജിതിൻ റാം മാഞ്ചിയാണ് എൻ.ഡി.എയിൽ തനിക്കും തന്റെ പാർട്ടിക്കും ബഹുമാനം കിട്ടുന്നില്ല എന്നും വേണ്ടിവന്നാൽ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വർഷം അവസാനമാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഇതിന് പ്രധാന കാരണമായി ജിതിൻ റാം മാഞ്ചി ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്ക് ഒരു സീറ്റ് പോലും നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചുരുങ്ങിയത് 40 സീറ്റെങ്കിലും തങ്ങൾക്ക് വേണമെന്നാണ് ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടി ആവശ്യപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം ഇതേ എൻ.ഡി.എ മുന്നണിയുടെ ഭാഗമായി ബി.ജെ.പിയുടെയും ജെ.ഡി.യുവിൻ്റെയും ഒപ്പം മത്സരിക്കുമ്പോൾ ഈ പാർട്ടി ആകെ മത്സരിച്ചത് 7 സീറ്റിൽ മാത്രമാണ്. അതിൽ 4 സീറ്റിൽ അവർ വിജയിക്കുകയും ചെയ്തു. ആ പാർട്ടിയാണ് ഇപ്പോൾ 40 സീറ്റുകൾ വേണമെന്ന ആവശ്യവുമായി ഒരു രാജ്യസന്നദ്ധതയുമായി രംഗത്ത് വരുന്നത്. ഇത് ബി.ജെ.പിയെ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിർണായകമായ വാർത്തയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടി അത്ര വലിയ ഒരു പ്രാദേശിക ശക്തി അല്ലെങ്കിലും അവർക്ക് ഒരുപാട് ദളിത് വോട്ടുകൾ സ്വന്തമായുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്ക് സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുസ്ഥാൻ അവാം മോർച്ച എൻ.ഡി.എ മുന്നണി വിട്ടാൽ അത് ജെ.ഡി.യുവിനുള്ള ഒരു ക്ഷണക്കത്തായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. ജെ.ഡി.യുവിനെ സംബന്ധിച്ചിടത്തോളം ജെ.ഡി.യുവിനുള്ളിൽ ഒരു വലിയ പൊട്ടിത്തെറി അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മണിപ്പൂരിലെ ജെ.ഡി.യു അധ്യക്ഷൻ അവരുടെ ഏക എം.എൽ.എ ബി.ജെ.പി. സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത്. പിന്നാലെ ആ ജെ.ഡി.യു അധ്യക്ഷനെ തന്നെ പുറത്താക്കിക്കൊണ്ട് ദേശീയ നേതൃത്വം ഒരു കത്ത് പുറത്തുവിടുകയും ചെയ്തിരുന്നു. അങ്ങനെ ജെ.ഡി.യുവിനുള്ളിൽ വലിയ സംഘർഷം ഉണ്ടാവുന്നു. ലാലു പ്രസാദ് യാദവിന്റെ മകൾ, ആർ.ജെ.ഡി നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ മകൾ ഒരുപക്ഷെ നിതീഷ് കുമാർ മറുകണ്ഠം ചാടിയേക്കാം വീണ്ടും മഹാഗഠബന്ധനിലേക്ക് എന്ന സൂചന നൽകുന്നു. അപ്പോഴാണ് ഇതാ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയുടെ നേതാവ് ജിതിൻ റാം മാഞ്ചി ഇത്ര ഗുരുതരമായ ഒരു രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. കഴിഞ്ഞ തവണ 2020 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി.ജെ.പി. മുന്നണിയിലുണ്ടായിരുന്നത് ബി.ജെ.പിയും ജെ.ഡി.യുവും പ്രധാനമായും ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയുമായിരുന്നു. അതിൽ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച 7 സീറ്റുകളിൽ മാത്രമായിരുന്നു മത്സരിച്ചത്. ബാക്കി സീറ്റുകളിലെല്ലാം ഭൂരിപക്ഷം സീറ്റുകളിലും മത്സരിച്ചത് ബി.ജെ.പിയും ജെ.ഡി.യുമായിരുന്നു. ബി.ജെ.പി 74 സീറ്റ് നേടി. 2015 താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം 20ഓളം സീറ്റിന്റെ വർധനവ് അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. അതേസമയം ജെ.ഡി.യുവിന് സീറ്റുകൾ കുറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ജെ.ഡി.യുവിൻ്റെ 71 അംഗ നിയമസഭയിലെ അംഗത്വം 2020 43 ചുരുങ്ങുന്നത് നമ്മൾ കണ്ടു. ആർ.ജെ.ഡിക്ക് മുന്നേറ്റമൊന്നും കാഴ്ചവെക്കാനായില്ലെങ്കിലും അവർ നില വലിയ പരിക്കുകളില്ലാതെ നിലനിർത്തി എന്ന് പറയാം. 80 സീറ്റുകൾ ഉണ്ടായിരുന്നത് 75 കുറയുക മാത്രമാണ് ചെയ്തത്. എന്തായാലും ഈ ബീഹാറിൽ ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ നാടകത്തിന് കളമൊരുങ്ങുകയാണ് എന്ന കാര്യം ഉറപ്പാണ്. ജെ.ഡി.യുവിൻ്റെ അമർഷങ്ങളും പൊട്ടിത്തെറികളും ഒരു വശത്ത് നടക്കുന്നതിനിടെ മറ്റൊരു സഖ്യകക്ഷി കൂടി ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കി രംഗത്ത് വരുമ്പോൾ വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്ക് സംസ്ഥാനവും രാജ്യവും സാക്ഷ്യം വഹിക്കും എന്ന കാര്യം ഉറപ്പാണ്.